Hi students. Today we discuss packing efficiency. What do you mean by packing efficiency? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 3-dimensional ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ സ്പിയേഴ്സ് നല്ല ടൈറ്റായിട്ട് എഫിഷ്യൻ്റായിട്ട് പാക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അപ്പം അതിൻ്റെ ഇടക്ക് കാണുന്ന സ്പേസിനെ നമ്മൾ എന്തായിരുന്നു പറയുന്നത്? വോയിഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ എഫിഷ്യൻ്റായിട്ട് യൂണിറ്റ് സെല്ലിൽ സ്പിയേഴ്സ് അടക്കാം, അതാണ് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദി പാർട്ടിക്കിൾസ് in a crystal. This is called packing efficiency. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കി തരാം. അതായത് നമ്മളിപ്പോൾ ഒരു ബാഗ്, നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നമുക്ക് ബാഗ് നമുക്കൊന്ന് ഫില്ല് ചെയ്യണം. അതായത് നമുക്ക് എല്ലാ സാധനങ്ങളും അതിൽ നിറച്ച് വെക്കണം. അപ്പോൾ ബാഗിൻ്റെ കപ്പാസിറ്റി 20 ലിറ്ററാണ് സപ്പോസ് ചെയ്യാം. നമ്മൾ ഫില്ല് ചെയ്ത സാധനങ്ങളുടെ ഒരു 15 ലിറ്റർ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കി അവിടെ എംപ്റ്റി ആയിട്ട് കിടക്കുകയാണ്, വേർഡ്സ് ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ബാഗിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് എത്രയാണ് നമ്മൾ അവിടെ അതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്നത് പാർട്ടിക്കിൾസ്, എന്തൊക്കെ വസ്തുക്കളാവാം, അത് ടോട്ടൽ നമ്പർ ഓഫ് ദാറ്റ് പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് 15. ഇനി ടോട്ടൽ വോളിയം ഓഫ് ബാഗ് എത്രയാണ്? 20 ആയിരുന്നു നമ്മൾ വോളിയം പറയുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് കാണുന്നത് ഇൻറ്റു 100. ഇതാണ് ഇതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി. പക്ഷെ നമ്മുടെ യൂണിറ്റ് സെല്ലിൽ എന്താണുള്ളത്? യൂണിറ്റ് സെല്ലിൽ നിറയെ സ്പിയേഴ്സ് ആണുള്ളത് അല്ലേ? അപ്പോൾ ആ സ്പിയേഴ്സ് എത്രത്തോളം അവിടെ പാക്ക് ചെയ്തിട്ട് നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഡെഫിനിഷൻ നമുക്ക് എഴുതി നോക്കാം. പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു ടോട്ടൽ വോളിയം occupied by spheres divided by volume of unit cell into 100. ഇപ്പോൾ വോളിയം occupied by spheres എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സ്പിയറിൻ്റെ വോളിയം നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്? നിങ്ങൾക്ക് പഠിച്ചതാണ്. എന്താണെന്ന് പറഞ്ഞേ സ്പിയറിൻ്റെ വോളിയം? ഓക്കെ, വെരി ഗുഡ്. 4/3 പൈ ആർ ക്യൂബ്. അപ്പോൾ ഇവിടെ ഒരു ടോട്ടൽ എന്നുള്ള പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ടോട്ടൽ എന്ന് പറയുമ്പോൾ അവിടെ എത്ര സ്പിയേഴ്സ് ഉണ്ട് നമുക്ക് അറിയണം. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ, സിമ്പിളും ബോഡി സെൻറ്റേർഡൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആണ് നമ്പർ ഓഫ് സ്പിയേഴ്സ് ഇൻ എ യൂണിറ്റ് സെൽ നമ്മൾ കൊടുക്കുന്ന പേരാണ് Z. ദാറ്റ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അപ്പോൾ ഒരു യൂണിറ്റ് സെൽ പൊതുവെ എന്തായിരിക്കും? ക്യൂബാണ്. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുമ്പം A ക്യൂബ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എഡ്ജ് ലെങ്ത് ആണ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ്. അപ്പോൾ A എഡ്ജ് ലെങ്ത്, R റേഡിയസ്. അപ്പോൾ നമുക്കിനി റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഓരോ യൂണിറ്റ് സെല്ലിൻ്റെയും റേഡിയസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റേഡിയസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ നമുക്ക് അറ്റോമിക് റേഡിയസ് ആൻഡ് പാക്കിംഗ് എഫിഷ്യൻസി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് റേഡിയസ്? നമുക്ക് സ്പിയേഴ്സ് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് അറ്റോമിക് റേഡിയസ് ഈസ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നൈബറിംഗ് ആറ്റംസ് ഇൻ എ ക്രിസ്റ്റൽ. അപ്പോൾ നോക്കൂ കുട്ടികളെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ക്യൂബിക്കിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ സിമ്പിൾ ക്യൂബിക് എന്താണ്? നമുക്കെല്ലാവരും പഠിച്ചതല്ലേ? എന്തായിരുന്നു? ഒരു യൂണിറ്റ് സെല്ലിൻ്റെ എല്ലാ കോർണേഴ്സിലുമാണ് പോയിന്റ് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 2 കോർണറിലെ 2 പോയിന്റുകൾ നമുക്ക് എടുക്കാം. ഏതെങ്കിലും 2 പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്പിയർ ആക്കി വരച്ചിട്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യൂബ് ഇവിടെ വരയ്ക്കുകയാണ്. സിമ്പിൾ ക്യൂബിക്കിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ക്യൂബ് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 പോയിന്റ്സ് നമ്മൾ വലുതാക്കി വരയ്ക്കുക. ഇപ്പോൾ ഈ കോർണറിലുള്ള പോയിന്റ് ഞാൻ വലിയ സ്പിയർ ആക്കിയിട്ടാണ് വരയ്ക്കുന്നത്.
അപ്പം നമ്മളൊന്ന് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കുക, ഇങ്ങനെ രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുക. ഓക്കെ ഓക്കെ, ഇതാണ്. ഇനി നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ഡിസ്റ്റൻസ് നോക്കുക. ഇതൊരു എഡ്ജ് ലെങ്ത് ആണ്, അതായത് നമുക്കറിയാം ഇതൊരു ആക്സിസ് ആണ് ക്യൂബിൻ്റെ അല്ലേ. സോ ദാറ്റ് ഈസ് നമ്മൾ എ ആണ് ഇതിൻ്റെ എഡ്ജ് ലെങ്ത്. ഇതും നമുക്ക് എ ആണ്, ഇതും നമുക്ക് എ ആണ് ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇവിടം വരെ എ ആണ്. അപ്പോൾ നമുക്കൊരു ക്യൂബിൻ്റെ എല്ലാ സൈഡ്സും എ ആയിരിക്കും എഡ്ജ് ലെങ്ത്. ഓക്കെ, ഇനി നമുക്ക് നോക്കുക, ഈ ഡിസ്റ്റൻസ് കണ്ടില്ലേ, ഈ ഡിസ്റ്റൻസും സെയിം അല്ലേ. ഇത് എ ആയിരിക്കും, ഇതും എ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ സ്പിയറിലേക്കൊന്ന് നോക്കിക്കേ. ഈ സ്പിയറിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ സ്പിയറിൻ്റെ സെൻറ്ററിൽ നിന്നും ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ആ. ഓക്കെ, അടുത്തത് ഈ ഒരു സെൻറ്ററിൽ നിന്നും ഇതുവരെയുള്ള റേഡിയസ് ആണ് ആർ. അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും വരിക? 2r, r പ്ലസ് r. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിവിടെ എഡ്ജ് ലെങ്ത്ത് ശ്രദ്ധിക്കുക. എഡ്ജ് ലെങ്ത് എ ഈക്വൽ ടു, ഈ എ ഈക്വൽ ടു എത്ര വരും? r പ്ലസ് r ആണ് വരിക, ദാറ്റ് ഈസ് 2r. സോ റേഡിയസ് r ഈസ് ഈക്വൽ ടു എന്ത് വരും? എന്താ വരിക പറഞ്ഞേ? ഓക്കെ, വെരി ഗുഡ്, a/2. അപ്പം ഇതാണ് നമ്മുടെ റേഡിയസ്. ആരുടെ റേഡിയസ് ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തത്? സിമ്പിൾ ക്യൂബിക്. ഓക്കെ, വെരി ഗുഡ്, സിമ്പിൾ ക്യൂബിക്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ബോഡി സെൻറ്റേഡ് ക്യൂബിക്. സെക്കൻഡ് നമുക്ക് ബോഡി സെൻറ്റേഡ് ക്യൂബിക്കിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ കുട്ടികളെ എന്തായിരുന്നു ബോഡി സെൻറ്റേഡ് ക്യൂബ്? ഓക്കെ, കോർണറിലും പോയിന്റ്സ് പ്രസൻ്റ് ആണ്, സെൻറ്റർ ഓഫ് ബോഡിയിലും പോയിന്റ് പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഡിയസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വീണ്ടും വേറൊരു ക്യൂബ് വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു ക്യൂബ് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ബോഡി സെൻറ്റേഡ് ക്യൂബിക്കിൽ നമ്മൾ ക്യൂബ് വരയ്ക്കുന്നു. അപ്പോൾ ഏതെങ്കിലും 3 പോയിന്റ്സ്, അതായത് സെൻട്രൽ പോയിന്റ് നമ്മൾ ഒന്ന് ലാർജ് ആയിട്ട് വരയ്ക്കാം. ഇതാണ് ബോഡി സെൻറ്ററിലുള്ള പോയിന്റ്. ഓക്കെ, പിന്നെ ഈ കോർണറിലുള്ള ഒരു പോയിന്റ് ഇങ്ങനെ വരയ്ക്കാം. ഈ കോർണറിലുള്ള പോയിന്റ് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ റേഡിയസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ആലോചിക്കാം. ഇവിടെ നമുക്ക് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? r. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് r. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് r. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് r. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണേ. അപ്പം നമ്മൾ വലിയ അളവൊന്നും വെച്ച് വരയ്ക്കുന്നതല്ല, ചുമ്മാ ഒന്ന് വരയ്ക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വരയ്ക്കാം. ഇനി നമുക്ക് ഈ ക്യൂബിനെ നമ്മൾ ഒന്ന് പേര് കൊടുക്കുകയാണ് നമ്മുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട്. എ ബി സി ഡി. ബോഡി സെൻറ്ററിൽ നമ്മൾ 3 പോയിന്റ്സ് ആണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഈ കോർണറിലുള്ള ഒരു പോയിന്റ് നമ്മൾ സ്പിയർ ആയിട്ട് വരച്ചു, സെൻറ്ററിലുള്ള ഈ പോയിന്റ് സ്പിയർ ആയി വരച്ചു, ഇവിടെ ഉള്ള ഒരു പോയിന്റ് വലിയ സ്പിയർ ആയിട്ട് വരച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ABCD. ഇനി ഇവിടെ നമ്മൾ പൈത്തഗോറസ് തിയറമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുക, അതായത് AC പിന്നെ CD. അപ്പം നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കുക, ACD ട്രയാങ്കിൾ കാണുന്നില്ലേ? അതാ ട്രയാങ്കിൾ ഒരു ACD ആണ് അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ കേസിൽ AD സ്ക്വയർ, അതായത് AD സ്ക്വയർ സീക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? എന്തൊക്കെ വരിക? AC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. ഓക്കെ, ഇപ്പം AD എത്രയായിരുന്നു? നമുക്ക് ഈ ഡിസ്റ്റൻസ് നമുക്ക് AD സമയം എത്രയാണ് വരുന്നത്? നിങ്ങൾ പറഞ്ഞു AD എത്ര വരും? R പ്ലസ് R. എത്ര? 4 Rs ഉണ്ടല്ലേ. AD 4R. ഓക്കെ, ഇനി AC സ്ക്വയർ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യണം. AC സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വീണ്ടും നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. AC സ്ക്വയർ നമ്മളിത് നോക്കുക, ഈ ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നില്ലേ? ട്രയാങ്കിൾ ABC എന്നുള്ള 2 ട്രയാങ്കിൾ. ഇവിടെ നമ്മൾ ഒരു ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABC കണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമുക്ക് AC സ്ക്വയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? AC സ്ക്വയർ ഈക്വൽ ടു
ഇതേപോലെ തന്നെ പൈത്തഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യണേ. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്താണ് എ ബി സ്ക്വയർ എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? അത് എഡ്ജ് ലെങ്ത് ആണ് അല്ലേ? ഇത് എത്രയാണ് വരിക? എ എന്ന് വരും. ബി സി എത്ര വരും? എ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? എ സ്ക്വയർ. കറക്റ്റ് ഒന്ന് മനസ്സിലായല്ലോ അല്ലേ? എ ഇത് ബി സി സ്ക്വയർ എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ. ഓക്കെ, ഇത് നമുക്ക് ഈ വാല്യൂസ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഡിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 4r ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 2a സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് സി ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് ഓൾസോ എഡ്ജ് ലെങ്ത് ആണ്, എ ആണല്ലേ. സി ഡി എന്ന് പറയുമ്പോൾ എ സ്ക്വയർ. ഇപ്പോൾ 4r ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 16r സ്ക്വയർ ഈക്വൽ ടു എത്ര വരും? 2a സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 3a സ്ക്വയർ. ഓക്കെ, ഇനി ആർ സ്ക്വയർ ഈക്വൽ ടു എത്ര വരും? 3a സ്ക്വയർ ഡിവൈഡഡ് ബൈ 16. ഓക്കെ, അപ്പോൾ ആറ് നമ്മൾ ഇതൊന്നും ക്യാൻസൽ ചെയ്താൽ ആർ ഇസ് ഈക്വൽ ടു എത്ര വരും? √3a ഡിവൈഡഡ് ബൈ 4. ഇതാണ് നമ്മുടെ റേഡിയസ്. ആരുടെ റേഡിയസ് ആണിത്? ബോഡി സെൻറ്റേഡ് ക്യൂബിക്കിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് ഏതാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? ഫേസ് സെൻറ്റേഡ്. അപ്പോൾ തേർഡ് ഫേസ് സെൻറ്റേഡ് ക്യൂബിക്കിൻ്റെ റേഡിയസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായിരുന്നു ഫേസ് സെൻറ്റേഡ് എന്ന് പറഞ്ഞാൽ? പോയിന്റ്സ് പ്രസൻറ്റ് അറ്റ് ഓൾ കോർണേഴ്സ് ആൻഡ് സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ്. ഓക്കെ, ഇനി ഇതിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫേസിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുകയാണ്. ഞാൻ ഇതാ ഈ ഒരു ഫേസ് ഇങ്ങോട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വളരെ ഈസി ആയിട്ട് ഈ ഫേസ് ഇവിടെ വരയ്ക്കുന്നു. അപ്പോൾ ഇതിൽ പോയിൻറ്റ്സ് ആണ്. സെൻറ്ററിലുള്ള ഈ പോയിൻറ്റ്സ് നമുക്കൊരു വലിയ സ്പിയർ ആയിട്ട് വരയ്ക്കുക. ബാക്കി കോർണറിലുള്ള 2 സ്പിയേഴ്സ് ഇത് ടച്ച് ചെയ്ത് വരയ്ക്കണേ. ഓക്കെ, 4 സ്പിയേഴ്സും 4 സ്പിയേഴ്സും കിട്ടിയല്ലോ. ഇനി നമുക്കതിൻ്റെ റേഡിയസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സെൻറ്ററിൽ നിന്ന് ഇവിടം വരെ ഉള്ളത് ആർ, ഈ സെൻറ്ററിലേക്കുള്ളത് ആർ, ഈ സെൻറ്ററിലേക്കുള്ളത് ആർ, ഈ സെൻറ്ററിലേക്കുള്ളത് ആർ. ഓക്കെ, ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ നമുക്കിവിടെ ഈസി കാൽക്കുലേറ്റ് ഇൻ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ എ ബി സി എന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് ലെങ്ത് റേഡിയസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കാം, ട്രയാങ്കിൾ ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിള് നമ്മൾ എടുക്കുകയാണ്. ട്രയാങ്കിൾ എ ബി സി. ഇവിടെ നോക്കൂ കുട്ടികളെ, എ സി സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും വരിക എന്ന് പറഞ്ഞേ? ഓക്കെ, വെരി ഗുഡ്. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ക്ലിയർ ആവുണ്ടല്ലോ അല്ലേ? ഇനി എ സി സ്ക്വയർ എത്ര വരും? ഈ ഡിസ്റ്റൻസ് എത്ര വരുന്നുണ്ട്? എത്ര ആർ ഉണ്ട് പറഞ്ഞേ? ഓക്കെ, വെരി ഗുഡ്. 4r. അപ്പോൾ 4r ഹോൾ സ്ക്വയർ. എ ബി സ്ക്വയർ എത്രയായിരിക്കും? ഇത് എഡ്ജ് ലെങ്ത് ആണ്. അപ്പോൾ ഈ എഡ്ജ് ലെങ്ത് നമുക്ക് എ തന്നെ കൊടുക്കാം. ഇതൊരു ക്യൂബിൻ്റെ സൈഡല്ലേ, ഇതും എ ആയിരിക്കും. സോ എ ബി സ്ക്വയർ എത്ര വരും? എ സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ദിസ് ഡിസ്റ്റൻസ് എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ 16r സ്ക്വയർ ഈക്വൽ ടു 2a സ്ക്വയർ. ആർ സ്ക്വയർ ഈക്വൽ ടു 2a സ്ക്വയർ ബൈ 16. ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് റേഡിയസ് ആർ ഈക്വൽ ടു എങ്ങനെ വരും? എ ബൈ എത്ര വരിക? റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു എ ബൈ √8. √8 എത്ര വരിക? എ ബൈ എത്ര √8 വരിക? ഓക്കെ, വെരി ഗുഡ്. 2√2 വരും. റേഡിയസിൻ്റെ ഫോർമുല നമുക്ക് കിട്ടിയില്ലേ? ആർ ഇസ് ഈക്വൽ ടു എ ബൈ 2√2. അപ്പോൾ നമ്മൾ മൂന്നിൻ്റെയും റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്തു. സിമ്പിൾ ക്യൂബിക്, ഫേസ് സെൻറ്റേഡ് ആൻഡ് ബോഡി സെൻറ്റേഡ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് അല്ലേ? അപ്പോൾ നമ്മുടെ
ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.